ഹായ്, ഈ ഓണത്തിന് സദ്യയിലെ പച്ചടിയിൽ ഒരു ചെറിയ വെറൈറ്റി ആയാലോ? ആപ്പിൾ കൊണ്ട് ഇത്രയും രുചിയുള്ള പച്ചടി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇന്നത്തെ റെസിപ്പി ഇതാണ്. ആപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഈ ഒരു ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ആപ്പിൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ, കടുക്, ജീരകം, 2 പച്ചമുളക് എന്നിവയാണ് കേട്ടോ ഞാൻ ഇതിലേക്കായിട്ട് അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആപ്പിൾ വേവിക്കാനായിട്ട് വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളത്തിലാണ് ആപ്പിൾ വേവിക്കുന്നുള്ളൂ. നമ്മൾ ആപ്പിൾ വെന്ത് ഉടഞ്ഞു പോവണ്ട, നമുക്കത് കടിക്കാൻ കിട്ടണം. വെന്ത് ഉടഞ്ഞു പോയാൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ മൂടി വെച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഉടയുന്നതിനായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നില്ല. അപ്പോൾ ഇതാ ആപ്പിളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്ന ഭാഗം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അരച്ചു വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആപ്പിളിൻ്റെ മധുരവും അതുപോലെ തന്നെ തൈരിൻ്റെ പുളിയും ഒക്കെ വന്നിട്ട് ഒരു ആപ്പിളിനൊരു ചെറിയ പുളിപ്പും കാണുമല്ലോ. ഈ ഒരു ആപ്പിളിന് മധുരമാണ് എങ്കിലും നമുക്ക് ആ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തൈര് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് തൈര് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ അത് തിളച്ചു, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം ഞാൻ തൈര് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. ഞാൻ കടുക് വറക്കുന്നതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഓണം സ്പെഷ്യൽ പച്ചടി, ആപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.